വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ കൊല്ലം ജില്ലയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇപ്പോൾ ചവറയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം കായംകുളത്തേക്കടക്കം എത്തും. പിന്നീട് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കും. ആ രീതിയിലാണ് വിലാപയാത്ര കടന്നുപോകുന്നത്. കായംകുളത്ത് നിന്നും ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, അല്പസമയത്തിനകം കായംകുളത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ചവറയിലേക്ക് എത്തുകയാണ്. പക്ഷേ നിരവധി ആളുകളാണ് വഴിനീളെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു സമയം നമുക്ക് മുൻകൂട്ടി ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ നേരം പുലർന്ന് രാവിലെ ആകും എന്ന് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ കാത്തു നിൽക്കുന്ന ആളുകൾ കായംകുളത്തടക്കം ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അവരെല്ലാവരും ഇപ്പോഴും ക്ഷമയോടെ തന്നെ കാത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. അവിടേക്ക് കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? അവിടെ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? സ്വാതി, കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നതിനും അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കണ്ട് അന്ത്യ അഭിവാദ്യം അർപ്പിക്കുന്നതിനുമായിട്ട് ധാരാളമായിട്ട് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും വി.എസിൻ്റെ പ്രിയപ്പെട്ടവരും ഒക്കെ തന്നെ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. രാത്രി മുതൽ മുഴുവൻ തന്നെ ആൾക്കാരുടെ ഒഴുക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് ഏകദേശം നിറച്ച് ആളുകൾ തന്നെ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം കനത്ത മഴയുണ്ടായിരുന്നു, ശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴയെ പോലും നിസാരവൽക്കരിച്ചുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എന്തായാലും അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ അവർക്ക് കാണാനായിട്ട് അല്പസമയം കൂടി മാത്രം കാത്തു നിന്നാൽ മതിയാകും. വിലാപയാത്ര ഇനി ഏകദേശം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജില്ലയിലേക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചേട്ടാ, വി.എസിൻ്റെ ഒരു വിയോഗത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളുടെ ധീര നേതാവാണ് വി.എസ്. പിന്നെ ഇതുപോലൊരു നേതാവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വി.എസ്. ഞങ്ങളുടെ നെഞ്ചിൽ റോസാപ്പൂവ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിലും ചുണ്ടിലുമൊക്കെ അതേ ഒരു മുദ്രാവാക്യം മാത്രമാണ് ഉള്ളത് അല്ലേ ചേട്ടാ? എങ്ങനെയാണ്, എത്രത്തോളം ദുഃഖകരമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം? മനസ്സിന് വിഷമമുണ്ടാക്കുന്നതും പിന്നെ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന് കണ്ണീര്. തീർച്ചയായിട്ടും എന്തായാലും വളരെ വികാരനിർഭരമായിട്ട് തന്നെയാണ്. ചേട്ടാ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തെ കാണുന്നത്? അദ്ദേഹത്തെ വിയോഗം നമുക്ക് സഹിക്കാൻ പറ്റുന്ന വിയോഗമല്ല. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ രാവിലെ പുറപ്പെട്ടാണ്. ഞങ്ങൾ വീട് സന്ദർശിച്ചു, പിന്നെ ചുടുകാട്ടിലൊക്കെ പോയി. ഞങ്ങൾ അവിടെ നിൽക്കാൻ ഭയങ്കര ജനസാഗരം കാരണം ഞങ്ങളിങ്ങനെ തലതല്ലി വന്ന അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പാടില്ല. കാര്യം പാർട്ടിക്ക് അത്രയും ഉചിതമായ നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് അത്ര ദൂരത്തു നിന്നൊക്കെ കാണാനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം പ്രിയപ്പെട്ട നേതാവായിരുന്നില്ല? പിന്നെ അത്രയും പ്രിയപ്പെട്ട ഞങ്ങളുടെ ചങ്കിലെ ചോരയാവും, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവാകും. അത്രയും സ്നേഹിച്ച ആളാണ് വി.എസ്. പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് വി.എസ്. വി.എസിൻ്റെ വിയോഗം നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിടവ് കേരള രാഷ്ട്രീയത്തിലെന്നും വലുതായിട്ട് തന്നെ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിടവായിരിക്കും വി.എസിൻ്റെ. എനിക്ക് ആലപ്പുഴ, തിരുവനന്തപുരം സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. അതിൻ്റെ വിടവ് നിർത്താൻ പറ്റാത്ത വിടവാകും. അത് തന്നെയാണ്. എന്തായാലും എല്ലാ പ്രവർത്തകരും പറയുന്ന ഒരേ കാര്യം തന്നെയാണ്, നികത്താൻ പറ്റാത്തൊരു വിടവ് തന്നെയായിട്ട് വി.എസിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിലും CPM രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ CPM എന്ന പാർട്ടിക്ക് മുന്നിലും ഒക്കെ തന്നെ നിലനിൽക്കുമെന്നുള്ള കാര്യം തന്നെയാണ് എല്ലാ പ്രവർത്തകരും പറയുന്നത്. എല്ലാവരുടെയും ചുണ്ടുകളിലൊരു മന്ത്രരൂപേണ തന്നെ നിലനിൽക്കുന്നത് രണ്ട് വാക്കുകൾ മാത്രമാണ്. അത് കണ്ണേ കരളെ വി.എസ്. എന്നുള്ളത് തന്നെയാണ്. ഒരു സ്വന്തം പേരിൻ്റെ കൂടെ ഒരു മുദ്ര അല്ലെങ്കിൽ സ്വന്തം പേരൊരു മുദ്രാവാക്യമായി പരിണമിച്ച മറ്റൊരു നേതാവും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത്രത്തോളം കേരള പൊതു ജനത്തിനിടയിൽ അത്രത്തോളം വികാരമായി മാറിയ രണ്ട് അക്ഷരങ്ങളാണ് വി.എസ്. എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങൾ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർപാട് ഇത്തരത്തിൽ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കിയ സാർത്ഥക ജീവിതമാണെങ്കിൽ കൂടിയിട്ടും ആൾക്കാർ പറയുന്നത് അകാല വിയോഗമെന്ന് തന്നെയാണ്. അതായത് വി.എസിന് ഇനിയും രാഷ്ട്രീയ കേരളം ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ ആളുകളിൽ നിന്നൊക്കെ തന്നെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ചേട്ടാ, എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നതാണ്, വളരെ ദൂരത്തു നിന്ന് വരുന്നതാണ്. ഇന്നലെ വൈകുന്നേരം ഇവിടെ നിന്ന് എത്തിയതാണ്. സഖാവിൻ്റെ വിയോഗം വീട്ടിലുള്ള ഒരു ഏറ്റവും വലിയ മുതിർന്ന ഒരു പിതാമഹൻ പോയ പോലെയുള്ള വിഷമത്തിലാണ് ഞങ്ങൾക്കെല്ലാവർക്കും. അദ്ദേഹം എത്ര നേരം താമസിച്ചാലും ഇവിടെ എത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ആണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. ഇന്നലെ 4 മണിക്കോളം നാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ
ഒരു വലിയ വണ്ടിയൊക്കെ വിളിച്ചിട്ട് വന്നിരിക്കുന്നത്. 10-40 പേരുണ്ട് ഞങ്ങളുടെ സഹാക്കന്മാരെല്ലാവരും. അദ്ദേഹത്തെ എന്താണ് ചേട്ടാ പറയാനുള്ളത്? ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ്. പാലക്കാട് പെരുവമ്പ് ചിറ്റൂരിൻ്റെ അടുത്ത് VS-ന്റെ മലമ്പുഴ മണ്ഡലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇന്നലെ ഇവിടുന്ന് ഒരു 10:15 ഇന്നലെ VS-നെ രാവിലെ. അപ്പോൾ VS-നെ കണ്ടിട്ടേ പോവുള്ളൂ എന്നുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യും. ഞങ്ങളുടെ മുൻ MLA കൂടെയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു ആവശ്യമാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം നിങ്ങൾക്ക് എത്രമാത്രം ദുഃഖമുണ്ട്? മലമ്പുഴ മണ്ഡലത്തിന് പൊതുവെ കനത്ത നഷ്ടമാണ്. വലിയ നഷ്ടമാണ്, കേരളത്തിനെ വലിയ നഷ്ടം. കേരളത്തിലെ പാർട്ടിക്കും മലമ്പുഴ മണ്ഡലത്തിനും പൊതുവെ കേരളത്തിലെ പാർട്ടിക്ക് നിർത്താനാവാത്തൊരു നഷ്ടമാണ് സഖാവിൻ്റെ. ചെറുപ്പക്കാർക്കും എല്ലാവർക്കും, കർഷക തൊഴിലാളികൾക്ക്, മറ്റു പണിയെടുക്കുന്നവർക്ക്, എല്ലാ മേഖലയിലുള്ളവർക്കും സഖാവിൻ്റെ നിയോഗം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം. ഇനിയും കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെത്തും, കാലത്തെത്തും. ചേട്ടാ എന്താണ് പറയാനുള്ളത്? എല്ലാ സമരങ്ങളിലും VS ഉണ്ടാവും. ഇനിയും കാലങ്ങളോളം നീണ്ടും. അദ്ദേഹത്തിന്റെ ഓർമ്മ മതിയാവും ഇനി അങ്ങോട്ടുള്ള പ്രചോദനം. തീർച്ചയായിട്ടും എല്ലാ സമരങ്ങളിലും തീജ്വാലയായിട്ട് VS ഉണ്ടാവും. അദ്ദേഹമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നും പറയാനുള്ളൊരു സാഹചര്യമല്ല. ചേട്ടൻ ഇവിടെ കായംകുളത്ത് തന്നെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വന്തം നാട്ടുകാരനാണല്ലേ? അതെ അതെ, ആ ഒരു വികാരം കൂടിയുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും. ശരി ചേട്ടാ, എന്താണ് നിങ്ങളെ മുതിർന്ന പ്രവർത്തകർ VS-ന്റെ ഒരു വിയോഗം എങ്ങനെയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത്? ഒരു ഇതിഹാസ പുരുഷനാണ് അദ്ദേഹം. 3 തവണ മുഖ്യമന്ത്രിയാവണ്ടേ, അദ്ദേഹം ഭാഗ്യത്തിന് 1 തവണ ആയുള്ളൂ. 2 തവണ തോറ്റു. അതെന്താണെന്ന് അറിഞ്ഞില്ല. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അതെ, എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെ. അദ്ദേഹം മഹാനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർത്തും വേദനാജനകമാണ് എന്ന് തന്നെയാണ്. തലമുറ ഭേദ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും, അല്ലെങ്കിൽ പുതിയ തലമുറയായാലും പഴയ തലമുറയിലുള്ള ആളുകളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും തന്നെ അദ്ദേഹത്തെ അത്രത്തോളം ആരാധിച്ചിരുന്നു. അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും മനസ്സിൽ കൃത്യമായിട്ട് സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ് കൂടിയിട്ടാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു നേതാവ് കൂടിയിട്ടാണ് വിട വാങ്ങിയിരിക്കുന്നത് എന്നുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് എല്ലാ ആളുകളും നൽകുന്നത്. എന്തായാലും ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ആ ജില്ലയിലേക്ക് കടന്നു വരികയാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം VS-ന്റെ സ്വന്തം തട്ടകമാണ്. VS-ന്റെ സമര ഭൂമികയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം വികാരം ഈ നാട്ടിലെ ജനങ്ങൾക്ക് VS എന്ന് പറയുന്ന 2 അക്ഷരങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. VS ഉഴുതുമറിച്ചിട്ട രാഷ്ട്രീയ ഭൂമികയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്കൊക്കെ തന്നെ വേദിയായിട്ടുള്ളൊരു മണ്ണ് കൂടിയിട്ടാണ് ആലപ്പുഴയിലെ മണ്ണ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു രാഷ്ട്രീയ വളർച്ചയ്ക്കൊക്കെ തന്നെ വേര് നൽകി അല്ലെങ്കിൽ ഊന്നൽ നൽകിയിട്ടുള്ളൊരു മണ്ണ് കൂടിയാണ് ആലപ്പുഴയുടെ മണ്ണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിലേക്ക് അദ്ദേഹം ചേതനേറ്റ് കടന്നു വരുമ്പോൾ അതൊരു വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഓരോ നിമിഷം ചെല്ലുന്തോറും കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചേച്ചി എപ്പോൾ വന്നതാണ്? കുറച്ച് നേരം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തെ എങ്ങനെയാണ് കാണുന്നത്? പറയാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഹൃദയത്തിലില്ലേ, ബ്ലഡിലില്ലേ. അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് മറക്കാൻ പറ്റത്തില്ല, അത്ര സഹിക്കാൻ പറ്റുന്നില്ല. അതെ, ഇവരുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു വികാരം തന്നെയാണ് ആ VS എന്ന് പറയുന്നത്. VS എന്ന് പറയുന്നത് മനസ്സിലല്ല, രക്തത്തിലാണ് എന്നാണ് ആ ചേട്ടൻ ഇപ്പോൾ പ്രതികരിക്കേണ്ടത്. ചേച്ചി, VS-ന്റെ ഒരു വിയോഗത്തെ നിങ്ങൾ എങ്ങനെയാണ്, എത്രത്തോളം ദുഃഖത്തോടെയാണ് കാണുന്നത്? VS-ന്റെ വിയോഗം നമുക്ക് മാത്രമല്ല, ലോകത്തിന്, നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം ജനകീയനായ ഒരു നേതാവ് അല്ലേ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് വളരെ ധൈര്യത്തോടെ മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിച്ച ഒരു പച്ച മനുഷ്യൻ. ഇതാണ് എനിക്ക് VS-നെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വിടവ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിലനിൽക്കുവാൻ കുറവ്. യുവാക്കൾ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഇത് പ്രയാണം എങ്ങനെയായിരുന്നു എന്ന്. മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. അദ്ദേഹം അത്രമാത്രം 100% പ്യുവർ ആയിരുന്നു. അതുകൊണ്ട് ആരോടും മുഖത്ത് നോക്കി തെറ്റുകൾ പറയാനുള്ള ആ ഒരു ആർജവം കാണിച്ചിരുന്നു. കണ്ടെത്തുകയും അദ്ദേഹത്തിന് തെറ്റുകൾ ഉണ്ടായാൽ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തിക്കൊണ്ട് പോകുവാനുമുള്ള ഒരു മഹാമനസ്സ് അതൊരു വലിയ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ. അതാണ്, മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു. സാധാരണക്കാരൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുവാൻ അദ്ദേഹം മുന്നിൽ നിന്നിരുന്നു. ലോകം ഉള്ളുടെ കാലം അദ്ദേഹത്തിനെ മറക്കില്ല.
ഒരു സഖാവിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല കണ്ണേ കരളേ അല്ലേ എന്ന് പറഞ്ഞിട്ട് ആരുടെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി ആരെങ്കിലും കുറിച്ച് പറയുമോ എന്ന് പോലും നമുക്കറിയില്ല. അത്രമാത്രം ലോകത്തിന് എന്നും ഓർക്കാവുന്ന ഒരു വലിയ സമര നേതാവാണ്. എന്താ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ? തീരാ നഷ്ടം. രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ ഒരു തീരാ നഷ്ടം. തൊഴിലാളി വർഗത്തിൻ്റെ പടയാളിയാണ് നമുക്ക് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത്. അത് നമുക്കെല്ലാവർക്കും താങ്ങാൻ കഴിയുന്നതല്ല. തൊഴിലാളികളുടെ പടത്തലവനാണ്. നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ജില്ലക്കാരൻ കൂടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു ആലപ്പുഴ ജില്ലക്കാരൻ കൂടിയാണ്, നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വികാരം കൂടിയുണ്ട്. നന്നായി ശരിക്കും ഉണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ ഈ രാത്രി മൊത്തം ഞങ്ങളിതിനെ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി തന്നെയാണ്. കണ്ടേ പോകുള്ളൂ എന്ന് കരുതി തന്നെ നിൽക്കുകയാണ്. എത്ര വൈകിയാലും. ചേട്ടാ എന്താ പറയാനുള്ളത്? നമ്മുടെ നാട്ടിലെ തൊഴിലാളി വർഗത്തിൻ്റെ ആ വലിയ പോരാളിയെ അപ്പുറത്തുള്ളവർ പോലും വിസ്മരിക്കില്ലല്ലോ. ആ മനുഷ്യനെ, ആ ധീര സഖാവിനെ ആദരാഞ്ജലികൾ അർപ്പിക്കുക. ഓക്കെ ഗോകുലേ, ശരി. എല്ലാവർക്കും പറയാനുള്ളത് ഒരൊറ്റ കാര്യം തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ആലപ്പുഴ കായംകുളത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. കായംകുളത്തേക്ക് വിലാപയാത്ര എത്താൻ ഇനിയും എത്രയോ മണിക്കൂറുകളെത്തും. അവിടെ നല്ല മഴയും നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മഴയും ഒക്കെ അവഗണിച്ചാണ് ഈ ആൾക്കൂട്ടം, ഈ ജനക്കൂട്ടം അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട സഖാവിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നത്. നമുക്ക്